ഹലോ ഫ്രണ്ട്സ്, ഒരു കള്ളൻ്റെ പടം ഇറങ്ങാൻ പോകുന്നു. വലതുവശത്തെ കള്ളൻ, ജിത്തു ജോസഫിൻ്റെ പുതിയ പടം. ദൃശ്യം 3ക്ക് മുന്നേ ഇറങ്ങാൻ പോകുന്ന പടമാണ് പുള്ളിയുടെ. വലതുവശത്തെ കള്ളൻ എന്ന പേരെനിക്ക് അത്ര ഒരു സുഖം തോന്നിയില്ല. ട്രെയിലർ കണ്ടു നോക്കാം. വലതുവശത്തെ കള്ളൻ. ഷാജി നടേശൻ. അതെ, ജോൺ എഫ് കെനഡിയുടെ ഒരു ഫേമസ് കോട്ട് ഉണ്ട്. Ask not what your country can do for you. Ask what you can do for your country. ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും പ്രാന്തൻ എന്തെങ്കിലും പറഞ്ഞിട്ട് തെളിവാണോ? ആന്റണി, നിന്റെ ഈ സ്വഭാവം കാരണമാണ് നീ ഇപ്പോഴും ഈ സർക്കിളിൽ തന്നെ കിടക്കുന്നത്. ജുമേനൻ പോലീസായിട്ട് വന്നു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. ഈ അയാളിന്റെ ഫാദറിനെ കുറച്ചും കൂടി സോഷ്യൽ ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നുന്നു. ജോർജിന്റെ മകൾ മരിക്കുന്നു. അതിന്റെ ഇൻവെസ്റ്റിഗേഷനാണ് സംഭവം. ബിജുമോനൊരു റഫ് ക്യാരക്ടർ ആണെന്നാണ് തോന്നുന്നത്. ബിജുവിനെ കേസ് മര്യാദയ്ക്ക് അന്വേഷിക്കുന്നില്ല. അതുകൊണ്ട് പുള്ളി അന്വേഷിക്കാൻ പോകാൻ പറ്റും. പുള്ളി ആ ആളെ കണ്ടുപിടിച്ച് കൊല്ലാൻ പോകുന്നു. മരിച്ചവർക്ക് നീതി വേണമല്ലോ. നമ്മൾ ജീവിച്ചിരിക്കുന്നവര് വേണ്ടി അത് വാങ്ങിക്കൊടുക്കാൻ ഇത് വീട്ടിൽ കൊടുക്കും. മ്യൂസിക് കൊള്ളാമല്ലോ. എനിക്കറിയില്ല സാം എവിടെയാണ്. മ്യൂസിക് കൊള്ളാം. വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. സാം ചെയ്യുന്നത് തന്നെയാണ് ശരി. അത് തന്നെ. അതുവരെ ഇളവുകൾ തരുന്നതും ശിക്ഷകൾ തീരുമാനിക്കുന്നതും ഞാൻ മാത്രമായിരിക്കും. ഷാജി നടേശൻ. ഇതിൻ്റെ കഥ ബിനു തോമസ് സെലനോ. ബിനു ആണോ ഡിനു ആണോ? ഓക്കെ. ജനുവരി 30 സിനിമ ഇറങ്ങും. ഇത് ഒറ്റയടിക്ക് നമുക്കത് കാണുമ്പം ജോജു ജോർജിൻ്റെ ഒരു മകൾ കൊല്ലപ്പെടുന്നു. ആ കേസ് വിജിമനാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ പുള്ളി ഒരു അലസനോ അല്ലെങ്കിൽ പുള്ളി ഒരു വേറൊരു ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. നമ്മൾ തിരിച്ചു നിൽക്കുകയാണ് ഗൈസ്. വേറൊന്നുമല്ല, എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി. അപ്പോൾ പെട്ടെന്ന് ഞാൻ കുറച്ച് സാധനം ഡിലീറ്റ് ചെയ്തു. ഇപ്പോൾ വീണ്ടും അപ്പം പറഞ്ഞു വന്നത്, ജോജു ജോർജിൻ്റെ മകൾ കൊല്ലപ്പെടുന്നു. ബിജുമേനോൻ അന്വേഷിക്കാൻ വരുന്നു. പക്ഷേ പുള്ളി അത്ര കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ല. ഉടനെ ജോജു ജോർജ് പലവട്ടം പോയിട്ട് അതിൻ്റെ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ പുള്ളി അത് കേൾക്കാതെ വന്നപ്പോൾ പുള്ളിയുടെ രീതിയിൽ അന്വേഷിക്കാനും ആളെ കണ്ടുപിടിച്ചാൽ കൊല്ലാവുന്ന രീതിയിലൊക്കെ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ്. പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാവരും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെയൊന്നും എല്ലാ സിനിമയുടെ കഥയെങ്കിലാണ് നമുക്ക് ആ സിനിമ ഇഷ്ടപ്പെടാനും ആ സിനിമ വിജയിക്കാനും ചാൻസ്. ഇത് കാണുമ്പോൾ എന്നെപ്പോലുള്ള എല്ലാവർക്കും, ഒരു സാധാരണക്കാരൻ ആർക്കായാലും അത് കണ്ടാൽ അങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി ലൈൻ തോന്നുക. ഇതിൽ നിന്ന് എന്താണ് പുള്ളി വ്യത്യസ്തമായി ചെയ്തത്? അങ്ങനെയാണെങ്കിൽ ആ പടം സക്സസ് ആവും. അങ്ങനെ ആയിരിക്കുമല്ലോ എൻ്റെ ഒരു തിയറി. വലതുവശത്തെ കള്ളെന്ന പേരാണെങ്കിലും മ്യൂസിക്കും ഒക്കെ നല്ല ഒരു സെറ്റപ്പായിട്ടാണ്. നല്ലൊരു സോങ്സ്, ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്ത ഇംഗ്ലീഷ് സോങ്സൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വിഷ്വൽസ് ആണെങ്കിൽ ഒരു ടോണുണ്ട്. ആ കളർ ടോൺ കൊള്ളാം. എനിക്ക് ഇങ്ങനത്തെ ടോൺസ് ഇഷ്ടമാണ്. ജിത്തു ജോസഫിൻ്റെ പടമല്ലേ, പുള്ളിയുടെ കഴിഞ്ഞ പടം മിറാജ് അങ്ങനെ വായിക്കുക. അത് പക്ഷെ അത് കുറച്ച് ടിസ്റ്റ് അടിച്ച് കൂടിപ്പോയി. ടിസ്റ്റ് അത്ര ടിസ്റ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞ് പോയി. അപ്പം ഈ പടം ജനുവരി 30 ഇറങ്ങുന്നത്. അപ്പം അന്ന് കാണാം വലതുവശത്തെ കള്ളൻ, റൈറ്റ് സൈഡ് വില്ലൻ. അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയാം. ബൈ.